നമസ്കാരം. ശ്രീരാമനില്ല എന്ന് നുണപ്രചരണം നടത്തിയ കോൺഗ്രസിന് കിട്ടിയ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു അയോധ്യയിൽ ഉയർന്ന രാമക്ഷേത്രം എന്ന തുറന്നു പറച്ചിലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ്. ഫത്തേപൂർ സിക്രിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചില സുപ്രധാന പരാമർശങ്ങൾ നടത്തിയത്. കോൺഗ്രസും എസ്-പിയും ബി-എസ്-പിയും ഒരുമിച്ച് രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട തെളിവുകൾക്കായി ഞങ്ങളെ നിരന്തരം ചോദ്യം ചെയ്തിരുന്നു. രാമനും കൃഷ്ണനും ഇല്ല എന്ന് അവർ നിരന്തരം പറയാറുണ്ടായിരുന്നു. മോദിജി കാരണം അവരുടെ നുണകളൊക്കെയും പരാജയപ്പെട്ടിരിക്കുന്നു. 500 വർഷങ്ങൾക്ക് ശേഷം അയോധ്യയിൽ ശ്രീരാമചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസ്, എസ്-പി, ബി-എസ്-പി അനുയായികൾ മാഫിയ നേതാക്കളുടെ ശവക്കുഴിയിൽ പ്രാർത്ഥന നടത്തുന്നതിനിടയിലാണ് അയോധ്യയിലേക്ക് ഹിന്ദു ഭക്തർ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. അയോധ്യയും കാശിയും എന്ന തങ്ങളുടെ ലക്ഷ്യങ്ങൾ തങ്ങൾ ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഇനി മഥുരയിലെ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലത്തിനായുള്ള ഊഴമാണ് തുടരുന്നത്. കോൺഗ്രസ്, എസ്-പി, ബി-എസ്-പി എന്നിവരെല്ലാം ജനങ്ങളെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ബി-ജെ-പി ഭരണത്തിൽ ജനങ്ങൾക്ക് അവരുടെ ജാതിയോ മതമോ അടിസ്ഥാനമാക്കിയല്ല ഓരോ പദ്ധതികളുടെയും പ്രയോജനം ലഭിക്കാറുള്ളത്. 10 കോടി പേർക്ക് ഗ്യാസ് കണക്ഷനും 4 കോടി പേർക്ക് വീടും ഉൾപ്പെടെ ലഭിച്ചതായും യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ പരാമർശങ്ങളിൽ ഏറെ ഗൗരവമുള്ളത് അയോധ്യയ്ക്കും അതിനോടൊപ്പം കാശിക്കും പിന്നാലെ മധുരയിലേക്ക് എന്നുള്ള സംഘപരിവാറിന്റെ അതേ ഒരു ലക്ഷ്യം തന്നെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു മുദ്രാവാക്യം തന്നെയാണ് യോഗി ആദിത്യനാഥ് ആവർത്തിച്ചിരിക്കുന്നത്. അങ്ങനെ മധുര വീണ്ടും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി വീണ്ടും ചർച്ചകൾ നിറയുകയാണ്. പ്രത്യേകിച്ചും ഉത്തർപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെയും തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതേ ഉള്ളൂ. ഇതൊക്കെ തീർച്ചയായും അവിടെ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ബി-ജെ-പി വിശ്വസിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.